5 സ്പീഡ് 800 മൈലേജ് ഭയങ്കര കുറവാന്ന് പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ വന്നത്. അപ്പോൾ വേറെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2 വാൽവ് കൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വാൽവ് ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ടൈമിങ്ങിൽ ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു, അതും കൂടി സോൾവ് ചെയ്തു. അപ്പോൾ അതും കൂടി സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു വീഡിയോ ആയിട്ടും കൂടി ചെയ്യാമെന്ന് ഓർത്തിട്ട് കറക്റ്റ് 1 ലിറ്റർ പെട്രോള് അളന്ന ഒരു കുപ്പിയിൽ എടുത്തിട്ട് നമ്മളൊരു മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോണിക് മോട്ടർ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയിലുള്ള ആ സെയിം മോട്ടർ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം 1 ലിറ്റർ പെട്രോൾ അതിലേക്ക് കറക്റ്റായിട്ട് ഒഴിച്ചിട്ട് എൻജിൻ റൂമിൽ വരുന്ന പൈപ്പുകൾ, കമ്പനി പൈപ്പുകളെല്ലാം ബ്ലോക്ക് ചെയ്യുക. അതെല്ലാം ബ്ലോക്ക് ചെയ്യുക. ഫ്യൂൽ പമ്പിൻ്റെ റിലേ ഊരിയിടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്രോൾ കയറി വരാതിരിക്കാൻ വേണ്ടി, ടാങ്കിലുള്ള പെട്രോൾ കയറി വരാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം കറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്യുക, റിലേ ഊരിയിടുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ടാങ്ക് ഉണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് ഒന്ന് ഫിക്സ് ചെയ്യണേ. വേറെ പെട്രോൾ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലോണം ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ സാധനം ഫിക്സ് ചെയ്യുക. ഇത് അത്ര സേഫ് പരിപാടിയല്ല, പക്ഷേ സേഫായിട്ട് ചെയ്താൽ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എൻജിനിലേക്ക് കൊടുക്കുകയാണ്. ഈ ടാങ്കിൽ നിന്നുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ എൻജിനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ നമ്മളവിടെ കൊടുക്കുകയാണ്. കുറേ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ടാങ്ക് നേരെ തന്നെ വെച്ച് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങളെല്ലാം പൈപ്പും കാര്യങ്ങളും പ്രത്യേകം എടുത്തു വരാണ്. സേഫായിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതത്ര സേഫായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ ഒന്ന് നോട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ വണ്ടി ഓടുമ്പോൾ ഈ പെട്രോളിലാണ് വണ്ടി ഓടുക. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു യാത്ര തുടങ്ങി. പക്ഷേ അത്യാവശ്യം ദൂരം ഓടിയിട്ടോ, ഒരുമാതിരി നല്ലൊരു മൈലേജ് തന്നെയാണ് ഇതിന് കിട്ടിയത്. അപ്പോൾ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് മൈലേജ് ഒന്ന് നമുക്ക് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഓടി കഴിഞ്ഞതിന് ശേഷം തന്നെ വണ്ടി മിസ്സിങ് അടിച്ച് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ നിന്നപ്പോൾ ഉള്ള കിലോമീറ്റർ നോട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി മിസ്സിങ് ആയി തുടങ്ങി കേട്ടോ. വണ്ടി മിസ്സിങ് ആയി തുടങ്ങി. എത്ര ദൂരം വരെ ഓടും നോക്കാം. അങ്ങനെ വണ്ടി നിന്നതിന് ശേഷം നമ്മൾ ടാങ്ക് അഴിച്ച് മാറ്റി ഈ കമ്പനി പൈപ്പ് കറക്റ്റായിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്തു. ഫ്യൂൽ പമ്പിൻ്റെ റിലേ ഫിക്സ് ചെയ്തു. എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി. ഇല്ല ഒരു കംപ്ലൈൻറ്റ് നോക്കിയതാ, വർക്ക്ഷോപ്പിലെ വണ്ടിയാണ് ഇത്. വണ്ടി നിന്നപ്പോൾ ഉള്ള കിലോമീറ്റർ ആട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണ് മൈലേജ് കിട്ടിയേക്കണേന്ന് ഒന്ന് നോക്കാവേ. ഈ കിലോമീറ്റർ അടിച്ചിട്ട് 66,790 അടിച്ചില്ലേ. ഇത് നമ്മൾ ലാസ്റ്റ് എടുത്തത് കിലോമീറ്റർ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് മൈനസ് ചെയ്ത് 66,766. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന മൈലേജ് 24 കിലോമീറ്റർ കേട്ടോ. ഓക്കെ.